ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യണം, വാട്ടർ സർവീസ്, ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണം, പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്താനുണ്ട്, അതേപോലെ തന്നെ സ്പീഡോമീറ്റർ ചെക്കപ്പ്. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക്. വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ 47,515 കിലോമീറ്റർ, 47,515 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ തുടങ്ങി ബാക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് വലിയ പഴക്കമുള്ള ലൈനറല്ല, പുതിയ ലൈനറാണ്. പക്ഷേ കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കണേ. അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്കൊക്കെ കാണിക്കണേ. തൽക്കാലം ഇതന്നെ ഉപയോഗിക്കാം. പരമാവധി ഉപയോഗിച്ച് തീർത്തതിന് ശേഷം മാറ്റിയിടുമേ കമ്പനി ഒറിജിനലും മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. ഗിയർ ഓയിൽ നോക്കി നല്ല ഓയിലാണ്. പിന്നെ എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്. അതും ഈ പറഞ്ഞ രീതിക്കടെ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് കിടക്കണം കേട്ടോ. പിന്നെ ക്ലച്ച് ഭാഗം നമ്മൾ ചെക്കപ്പിനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ റൊട്ടീൻ ചെക്കപ്പാണ്. നമുക്ക് ജനറൽ സർവീസിൽ വരുമ്പോൾ ക്ലച്ച് ഗ്രീസിങ് അടക്കം ഉള്ള വർക്കാണ് നമുക്ക് ജനറൽ സർവീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബെൽറ്റ് നിലവിൽ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബാക്കിലെ ക്ലച്ച് ഷൂ വരുന്ന ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഈ യൂണിറ്റ് നമുക്ക് ഗ്രീസിങ്ങിനായിട്ട് അഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഈ കിടക്കുന്ന സ്പെഷ്യൽ നെട്ടൊക്കെ വെട്ടി ടൈറ്റ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ ത്രെഡ് ചെറുതായിട്ട് ഇവിടെയൊക്കെ മടങ്ങിയൊക്കെ പോയിട്ടുണ്ട് ഈ സൈഡ് കണ്ട. അതാ കറക്റ്റ് സ്പെഷ്യൽ ടൂൾ ഉപയോഗിക്കാണ്ട് പറ്റിയ സംഭവമാണത്. അത് ഞാനപ്പോൾ അത് അഴിച്ച് മാറ്റിയതിന് ശേഷം പുതിയ നെട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ നെട്ട് തന്നെ അത് നമുക്ക് എടുക്കുമ്പോൾ ഓവർ ശരിക്കും കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള ടൈറ്റിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് മാറ്റി പുതിയതിട്ടാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഓക്കെയാണ്. ക്ലച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ടയറൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടക്കണേ, ഉപയോഗിക്കാനുണ്ട്. പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് ഇതേപോലത്തെ ടയർ ഉപയോഗിക്കാണ്ടിരിക്കണതാണ് നല്ലത് കേട്ടോ. സാപ്പർ മോഡൽ യൂസ് ചെയ്യുക, വണ്ടി വരുമ്പോഴുള്ള മോഡൽ സാപ്പർ ടയർ എന്ന് പറഞ്ഞാൽ മതി. ആ മോഡലാണ് ഏറ്റവും നല്ലത്. കാരണം ഈ മോഡൽ എടുക്കുമ്പോഴത്തേക്കും വണ്ടി പാളൽ കാണിക്കുന്നത് ഈ ടയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് കേട്ടോ. ഹബിന് വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ നോക്കി, നിലവിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിളും നല്ല കേബിളാണ്, രണ്ട് കേബിളും പുതിയ കേബിളാണ് കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുമ്പോൾ വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വേറെ പറയത്തൊക്കെ കംപ്ലൈൻ്റ് ഒന്നും കിട്ടുന്നില്ല. നിലവിൽ ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. കാർബറേറ്റർ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് കാർബറേറ്റർ അഴിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ സ്റ്റേജിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ 10 വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 8 വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലൈൻറ്റാണ്. അപ്പം നമ്മുടെ വണ്ടിക്ക് ഇപ്പം നിലവിൽ പ്രശ്നമില്ല, എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഈ സമയം വരെ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ലിങ്ക് ബുഷ് ഗ്രീസിങ്, ഫ്രണ്ട് ഷോക്ക് ബുഷ് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. അത് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയറിലും അത്യാവശ്യം ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഒരു കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. ഈ കേബിളിൻ്റെ ത്രെഡ് ഈ ഭാഗത്ത് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തുമ്പോൾ നെട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ആവാത്തൊരു പ്രോബ്ലം തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ ഒരു ബ്രേക്കിൻ്റെ കേബിളും അതിൻ്റെ അഡ്ജസ്റ്റ് നെട്ട് ഒരെണ്ണം മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയർ നമ്മൾ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പം നല്ല ടയറാണ്. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റിൻ്റെ ഭാഗം നോക്കി ഹാൻഡിലിൻ്റെ ബെയറിങ് ചെറിയൊരു ടൈറ്റ് പോലെ ഉണ്ട്, നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. സ്പീഡോമീറ്റർ കേബിൾ പോയിട്ടാണ് സ്പീഡോമീറ്റർ വർക്ക് ആവാത്തത്, അത് നമ്മൾ കേബിൾ മാറ്റി റെഡിയാക്കാം. പിന്നെ ബാറ്ററി ഇതിൽ ഇരിക്കുന്നത് SF എന്ന് പറയുന്ന കമ്പനിയുടെ ബാറ്ററിയാണ്. ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി, 12.80 വരെ വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ സെൽഫ് അടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബാറ്ററി ലോഡ് എടുക്കുക. അതായത് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പവറാണ് ബാറ്ററിയിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യും. ആ സമയത്ത് ബാറ്ററി ശരിക്കും പറഞ്ഞാൽ 9 വോൾട്ടിന് മുകളിൽ എന്തെങ്കിലും നമുക്ക് വേണം. 9.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ലോയാണ്. ആ സ്ഥാനത്ത് നമുക്ക് 9 വോൾട്ട് എന്തെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വേണം. 8.5 വോൾട്ടോ അതിൻ്റെ താഴേക്ക് വന്ന ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ നമ്മൾ നിലവിൽ സെൽഫ് മോട്ടർ അടിക്കുമ്പോൾ എത്ര വോൾട്ട് എടുക്കണമെന്ന് വെച്ചാൽ അതുകൂടെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ വോൾട്ട് വന്നത് 8.5 വോൾട്ടിൽ താഴേക്കാണെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ ഞാനൊന്ന് ചെക്കിലേക്ക് വിടുന്നുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കാണിക്കുന്നത് 7.87 ഒക്കെയാണ് തന്നെ. അപ്പോൾ നിലവിൽ ഇപ്പം വർക്കിംഗ് ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് സെൽഫ് സ്റ്റാർട്ട് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത നിലവിൽ ഇപ്പോൾ ഉണ്ട്. കാരണം വോൾട്ട് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ട് നേരെ താഴേക്കാണ് പോകുന്നത്. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. പ്ലഗും പുതിയ പ്ലഗ് കിടക്കണേ, കമ്പനി പ്ലഗൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്, എങ്കിൽ പോലും പുതിയതാണ് കിടക്കണേ. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും പുതിയതാണ് കിടക്കുന്നത്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ 100% നമുക്ക് അതിൻ്റെ കളർ നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടോ ഇല്ലയെന്നുള്ള ദിവസമൊന്നും പറയാനായിട്ട് പറ്റില്ല. നിലവിൽ ആവറേജ് ഇതാണ് അതിൻ്റെ അവസ്ഥ.
ശരിക്കും 3000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻജിൻ ഓയിൽ മാറ്റേണ്ടത്. ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴും എൻജിൻ ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യണം. ഇപ്പം നിലവിൽ കഴിഞ്ഞ ഓയിൽ ചേഞ്ചിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിനകത്ത് ആ ഓയിൽ നിർബന്ധമായിട്ട് നമ്മൾ മാറ്റി പുതിയ ഓയിൽ ഒഴിക്കണം കേട്ടോ. കാരണം ഓയിൽ ചേഞ്ചിൻ്റെ കേസിൽ മാത്രം നമ്മൾ ഒരു കോംപ്രമൈസും ചെയ്യരുത്, കറക്റ്റ് ടൈമിൽ മാറ്റിപ്പോയേക്കാം. ബാക്കിയത്തെ ഏത് വർക്ക് ഡിലേ വന്നാലും എൻജിൻ ഓയിൽ മാറ്റുന്ന കേസ് ഒരിക്കലും മറന്നു പോകരുത്, സമയം വൈകി ചെയ്യാനും നിൽക്കരുത് കേട്ടോ. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞങ്ങനെ. ഇതിൻ്റെ ഉള്ളിൽ അത്ര കാര്യമായിട്ടുള്ള ചെടിയൊന്നുമില്ല, എങ്കിൽ പോലും ഓപ്പൺ വാഷിംഗ് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഈ ബോഡി ഇതേപോലെ തന്നെ അഴിച്ച് ഈ ഭാഗവും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബാറ്ററി വരുന്ന ഈ ഭാഗമൊക്കെ അഴിച്ചൊന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത്രയും പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.